നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 16ാം നിയമസഭയുടെ പടി കയറി സഭാ അധ്യക്ഷന്റെ പരമോന്നത കസേരയിലേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടന്നു കയറുമ്പോൾ കാത്തിരിക്കുന്നത് പൂച്ചെണ്ടുകളല്ല, കനൽപാതകളാണെന്ന് വ്യക്തം. പുതിയ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ ഭരണപക്ഷത്തിന് ശക്തമായ കുരുക്കിടാൻ പ്രതിപക്ഷം ആയുധങ്ങൾ മൂർച്ച കൂട്ടിക്കഴിഞ്ഞു. 2 ഭരണപക്ഷ MLA-മാരുടെ സത്യപ്രതിജ്ഞയിലെ ചട്ടലംഘനമാണ് പ്രതിപക്ഷം ആദ്യം വെടിയായി പൊട്ടിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും പ്രിയങ്കരനായ തനത് കോട്ടയം ശൈലിയിലുള്ള രീതിക്ക് പേരുകേട്ട തിരുവഞ്ചൂരിന് സഭാനാഥൻ എന്ന നിലയിൽ ഇതോടെ ആദ്യ അഗ്നിപരീക്ഷയായി. സ്പീക്കറുടെ റൂളിംഗ് എന്താകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും സഭയുടെ വരും ദിവസങ്ങളിലെ ഭാവി. ഭരണഘടനയുടെ അനുച്ഛേദം 188-ന്റെ നഗ്നമായ ലംഘനമാണ് സഭയിൽ നടന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. 2 MLA-മാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ആലുവ MLA അൻവർ സാദത്ത് പ്രതിജ്ഞാവാചകം ചൊല്ലി അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ എന്റെ പ്രിയപ്പെട്ട ആലുവക്കാർക്കുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു എന്ന് കൂട്ടിച്ചേർത്തതാണ് ഒന്നാമത്തെ തർക്കം. വ്യവസ്ഥാപിതമായി നിശ്ചയിച്ച വാചകങ്ങളിൽ നിന്ന് 1 ഇഞ്ച് പോലും വ്യതിചലിക്കാൻ പാടില്ല എന്നിരിക്കെ ഈ അധിക വായന സത്യപ്രതിജ്ഞയെ അസാധുവാക്കുമെന്നാണ് പ്രതിപക്ഷ വാദം. ചെയറിലില്ലാത്ത പ്രോടൈം സ്പീക്കർ. രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ CPM-ൽ നിന്ന് പുറത്താക്കപ്പെടുകയും പിന്നീട് സ്വതന്ത്രനായി മത്സരിച്ച് ജയിക്കുകയും ചെയ്ത പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണനെതിരെ ഉള്ളതാണ് രണ്ടാമത്തെ നീക്കം. കുഞ്ഞികൃഷ്ണൻ ശപഥമെടുക്കുമ്പോൾ പ്രോടൈം സ്പീക്കർ G സുധാകരൻ ഡയസിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രോടൈം സ്പീക്കറുടെ അസാന്നിധ്യത്തിൽ നടന്ന സത്യപ്രതിജ്ഞയ്ക്ക് എന്ത് നിയമസാധുതയുള്ളത് എന്നാണ് ചോദ്യം. ഇരുവർക്കും പുറമെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ സന്ദർശക ഗാലറിയിൽ നിന്ന് ഭരണപക്ഷ അണികൾ ആർപ്പു വിളിച്ചതും കൈയടിച്ചതും സഭാ മര്യാദകളുടെ ലംഘനമായി പ്രതിപക്ഷം സഭയിൽ ആയുധമാക്കും. വാക്കുകളിലോ വാചകങ്ങളിലോ മാറ്റമുണ്ടായാൽ പ്രതിജ്ഞ അസാധുവാക്കുമെന്നും വീണ്ടും ശപഥം ചെയ്യേണ്ടി വരുമെന്നുമാണ് ചട്ടം. എന്നാൽ പരാതി ഉയർന്നാൽ അതിൽ സ്പീക്കർ നൽകുന്ന റൂളിംഗ് ആണ് അന്തിമം. ഇവിടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന രാഷ്ട്രീയ നയതന്ത്രജ്ഞന്റെ പങ്ക് നിർണായകമാകുന്നത്. ഭരണപക്ഷത്തിരിക്കുന്ന VD സതീശനും പ്രതിപക്ഷ നിരയിലെ പിണറായി വിജയനും ഒരുപോലെ ബഹുമാനിക്കുന്ന അപൂർവം മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് തിരുവഞ്ചൂർ. ആഭ്യന്തരം, റവന്യൂ വകുപ്പുകൾ കൈകാര്യം ചെയ്ത സുദീർഘമായ ഭരണപരിചയവും പതിറ്റാണ്ടുകളുടെ പാർലമെന്ററി അറിവും അദ്ദേഹത്തിനുണ്ട്. മുന്നണിയിലോ പാർട്ടിയിലോ കടുത്ത തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ മധ്യസ്ഥനായി ചർച്ചകൾ നയിക്കാൻ മുൻപന്തിയിൽ ഉണ്ടാകാറുള്ള തിരുവഞ്ചൂരിന്റെ യോജിപ്പിന്റെ രാഷ്ട്രീയം ഈ പ്രതിസന്ധിയിലും തുണയാകും എന്നാണ് ഭരണപക്ഷത്തിന്റെ പ്രതീക്ഷ. കടുത്ത രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കിടയിലും മുഖത്ത് നിന്ന് ചിരിമായാതെ പ്രതിസന്ധികളെ നേരിടുന്നതാണ് തിരുവഞ്ചൂർ സ്റ്റൈല്. ശബ്ദകോലാഹലങ്ങളിലേക്ക് നീങ്ങാവുന്ന സഭയെ തന്റെ തനത് നർമ്മബോധം കൊണ്ടും തന്ത്രപരമായ ഇടപെടൽ കൊണ്ടും ശാന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിയും. ചട്ടങ്ങളുടെ കടുംപിടുത്തങ്ങളിലേക്ക് മാത്രം പോകാതെ ആരെയും പിടക്കാതെയുള്ള നയതന്ത്രപരമായ നീക്കുപോക്കിലൂടെയുള്ള ആദ്യ കടമ്പ കടക്കാൻ പുതിയ സ്പീക്കർക്ക് സാധിക്കുമോ എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്.